നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ കേരള ജനത സഹായഹസ്തവുമായി ഒന്നടങ്കം കൈകോർക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ദുരിതബാധിതർക്കായുള്ള അവശ്യ വസ്തുക്കൾ എന്ന പേരിൽ എത്തിയത് പഴയതും ഉപയോഗിച്ച പഴയ വസ്തുക്കൾ ഇവിടെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കോർപ്പറേഷൻ ഇവിടെ മാറ്റിവെച്ചിരിക്കുകയാണ് സാധനങ്ങൾ എന്നാണ് നമ്മുടെ മേയർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. പലതും ഉപയോഗിക്കാൻ കഴിയാത്ത വസ്തുക്കളാണ് എത്തിച്ചത് എന്നാണ് പല സംഘടനകൾ. ആരാണ് പേരോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒന്നും തന്നെ രേഖപ്പെടുത്താതെ ഇവിടെ വസ്തുക്കൾ എത്തിച്ചു എന്നാണ് പറയുന്നത്. സർ, വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി എത്തിച്ച അവശ്യ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായി എത്തിച്ച സാധനങ്ങൾ പഴയ വസ്തുക്കളാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് സാറിന്? അല്ല, ഇവിടെ എത്തിച്ച മുഴുവൻ സാധനങ്ങളും പഴയതല്ല. നമ്മളിപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കോർപ്പറേഷൻ തന്നെ നേരിട്ട് കളക്ട് ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അത് സ്റ്റേഷനറി ഐറ്റംസ് ആയാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബക്കറ്റുകൾ, പ്ലേറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട്. അതോടൊപ്പം ജനങ്ങൾ ആവശ്യപ്പെട്ട് ജനങ്ങളും ഒരുപാട് സാധനങ്ങൾ ഇവിടെ, പിന്നെ പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, വേറെ മാക്സികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ആളുകൾ എത്തിച്ച സാധനങ്ങൾ, അത് പഴയ സാധനങ്ങൾ, വസ്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ദുരിതബാധിതരെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു ദൈന്യത ആ അവസരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പിന്നെ ഒരു തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ ആരായാലും, സന്നദ്ധ സംഘടനകളായാലും, അതൊക്കെ വസ്ത്രങ്ങളായാലും എന്തും ശേഖരിക്കുന്നത് അവരുടെ ആ പ്രയാസപ്പെട്ട സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം ആരും ഏറ്റെടുക്കാൻ പാടില്ല. ദൈന്യതയെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 10-15ഓളം ബോക്സുകൾ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് സന്നദ്ധ സംഘടനകളായാലും സ്കൂളുകളിൽ നിന്നായാലും വ്യക്തികളായാലും ഒരുപാട് ആളുകൾ കടകളിൽ നിന്നായാലും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ കടകളിൽ നിന്നൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് തരുന്ന സമയത്ത് പൊളിച്ചു നോക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ആരാണ് ഇത് തന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരു 10-15ഓളം ബോക്സുകൾ ഈ പറഞ്ഞ പോലെ പഴയ ഡ്രസ്സുകളുണ്ടായി എന്നുള്ളതാണ്. അത് നമ്മൾ സോർട്ട് ചെയ്തു. ആദ്യ ദിവസം നമ്മൾ സോർട്ട് ചെയ്തിട്ട് കയറ്റി വിട്ടു. ഒരു ലോറി 3 വാഹനങ്ങളിലായിട്ട് നമ്മൾ കയറ്റി വിട്ടു. അപ്പോൾ വീണ്ടും നമ്മൾ സോർട്ട് ചെയ്തതിന് ശേഷം ഇതിന് പ്രത്യേകം പാക്കിംഗ് ആക്കിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഇന്ന് 2 ദിവസത്തേക്ക് സാധനങ്ങളൊന്നും കയറ്റി വിടേണ്ടതില്ല എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ 2 ദിവസമായിട്ട് സാധനങ്ങളൊന്നും കയറ്റി അയക്കാതിരുന്നത്. ഇനി സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്രത്യേകം വേർതിരിച്ച് ആ രീതിയിൽ സാധനങ്ങൾ കയറ്റി അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെയൊക്കെ കൃത്യമായി സോർട്ട് ചെയ്ത് വരികയാണ്. അത് ഇന്ന് വൈകുന്നേരത്തോടെ സോർട്ട് ചെയ്ത് തീരും. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും.